അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പാഠപുസ്തകത്തിലെ 9ാമത്തെ പാഠമാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക, വായിക്കാം അല്ലേ. എന്താ വായിക്കുക? സഹറുൻ. എന്താ വായിക്കുക? സഹറുൻ. സഹറുൻ. ഈ അക്ഷരം ഏതാ? സഹറുൻ എന്ന് പറഞ്ഞാൽ എന്താ? പൂവ്. പൂവ് മനസ്സിലായല്ലോ. സഹറുൻ പൂവ് അല്ലെങ്കിൽ പൂക്കൾ. റ സ. റ സ മനസ്സിലായില്ലേ? റ രി റു റ്. ഏതാണ് ഈ അക്ഷരം? റ രി റു റ്. അങ്ങനെ തന്നെ പറയണം. റ റി അല്ല, റ രി. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ബോർഡിൽ എഴുതി പഠിക്കാം. സഹറുൻ. സഹറുൻ. എന്താ പറയാ? സഹറുൻ. ഒന്നുകൂടെ പറയൂ. സഹറുൻ. ഒന്ന് പറയൂ. സഹറുൻ. സഹറുൻ. ഇതിലെ അവസാനത്തെ അക്ഷരമാണ് റ. റ രി റോ റ്. മനസ്സിലായല്ലോ. റ രി. ഇതെന്താ വയ്ക്കുക? റി അല്ല, രി റു റ്. മനസ്സിലായല്ലോ. റ റി അല്ല, മറിച്ച് രി. റ രി റു റ്. ഓക്കെ. ഇനി റജുലുൻ. റജുലുൻ. ഇത് റ വെച്ചൊരു ഉദാഹരണമാണ്. റജുലുൻ. അതുപോലെ തന്നെ ഇനി രി വെച്ചൊരു ഉദാഹരണം നമുക്ക് എഴുതാം. റിജലുൻ. റിജലുൻ. റജുലുൻ. റിജലുൻ. മനസ്സിലായല്ലോ. ഇത് റ, ഇത് രി. ഇനി നമുക്ക് റോ വെച്ചിട്ട് എഴുതാം അല്ലേ. റോ റുമ്മാനുൻ. റുമ്മാനുൻ. എന്താ വായിക്കാം? റുമ്മാനുൻ. ഇനി നമുക്ക് കുർസി എന്ന് വെച്ചാലോ. കുർസിയുൻ. ഇത് റ്. അപ്പൊ റ രി റോ റ്. മനസ്സിലായല്ലോ. റ രി റോ റ്. ഒന്നുകൂടെ വായിക്കോ. റ. ഇത് വാക്കെന്താണ്? സഹറുൻ. റ രി റോ റ്. റജുലുൻ. റിജലുൻ. റുമ്മാനുൻ. കുർസിയുൻ. മനസ്സിലായല്ലോ. ഇനി കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. സായ് എന്ന അക്ഷരമുണ്ട്, നാളെ പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇത് റജുലുൻ റിജലുൻ റുമ്മാനുൻ കുർസിയുൻ അല്ലേ. ഒന്നുകൂടെ എഴുതാം. റ റിയാണോ? രി റോ റ്. മനസ്സിലായല്ലോ. റ രി രി റോ റ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇൻഷാ അല്ലാഹ് അടുത്ത ബാക്കി നമുക്ക് അടുത്തതിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.